ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും സമർപ്പിച്ച് കരയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത മനുഷ്യൻ്റെ മുമ്പിൽ കരയുന്ന പല വ്യക്തിത്വങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ? ദൈവാശ്രയത്തെ കുറവാണ്. അതുകൊണ്ട് ഹെബ്രായർ 12:2 പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പരിപൂർണതയിലെത്തിക്കുന്നതിനുമായ യേശു ക്രിസ്തുവിനെ കണ്ടു വേണം ഓടുവാനായിട്ട്. നമ്മുടെ ഓട്ടം ക്രിസ്തുവിനെ കണ്ടുകൊണ്ടായിരിക്കണം. ഈ ക്രിസ്തുവില്ലായ്മ, ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത ജീവിതശൈലിയാണ് ഇന്ന് നമ്മുടെ മക്കൾ പകർത്തിയെടുക്കുന്നത്. അപ്പനായ ഞാനിവിടെ വായിച്ചു ഓർക്കാണ്, അപ്പനായ ഞാൻ ഔസേപ്പിതാവിനെ പോലെയും അമ്മ മറിയത്തെ പോലെയും ആകുമ്പോൾ ആ കുടുംബത്തിലെ മക്കൾ ഈശോയെ പോലെ ആവും. ആ കുടുംബം ഭൂമിയിലെ തിരുക്കുടുംബമായിരിക്കും. അപ്പോൾ അപ്പനായ ഞാൻ എൻ്റെ സംസാരത്തിലും എൻ്റെ പ്രവൃത്തികളിലും എൻ്റെ ജീവിത രീതികളിലും ക്രിസ്തു കേന്ദ്രീകൃതമാകുന്ന അവസ്ഥ എന്ന് ഞാൻ നിലനിർത്തുന്നു പോകും. അന്ന് എൻ്റെ മക്കളും ഈശോയെ, ദൈവത്തെ അനുകരിക്കുന്ന ശ്രമിക്കുന്ന മക്കളാവും. അപ്പോൾ എൻ്റെ കുടുംബത്തെ ദൈവത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട്, ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ മക്കൾ വരണമെങ്കിൽ നമ്മൾ അപ്പനായ ഞാൻ ബൈബിൾ വായിച്ചാല എൻ്റെ മകനോട്, എനിക്ക് മകളോട് ബൈബിൾ വായിക്കാൻ പറയാൻ സാധിക്കുകയുള്ളൂ. എടാ, നീ നാളെ കാലത്ത് പള്ളിയിൽ പോകണമെന്ന് പറയണമെങ്കിൽ ഞാൻ ആദ്യം പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്ക്. ആ ഒരു ശൈലി നമ്മൾ സ്വന്തമാക്കുമ്പോൾ, മാതാപിതാക്കളായി നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ മക്കൾ ആ വഴിയിലേക്ക് വന്നോളും.